ശരി, തൗഫീഖിലേക്ക് വരാം. ഗോകുൽ മറുപടി പറയൂ. അതിന് വന്നിരുന്നിട്ട് ഇവിടെ കവലപ്രസംഗം നടത്താണോ? ജനങ്ങളിത് കണ്ടിട്ടുണ്ട്, അവരിത് വിധി എഴുതിയിട്ടുണ്ട്. ഒരു നിമിഷം തൗഫീഖ്, ഒരു നിമിഷം താങ്കളിലേക്ക് തൗഫീഖിന് മറുപടി പറയാം. ഗോകുൽ പറഞ്ഞിടത്ത് തന്നെയാണ്. അതായത് പ്രധാന പ്രതിപക്ഷം എവിടെ എന്നുള്ള ചോദ്യങ്ങൾ പല ആവർത്തി ജനങ്ങൾ പല വിവാദ വിഷയങ്ങളിലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയൊക്കെ BJP മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്, അല്ലേ ഗോകുൽ? ഇവിടെ BJP മുന്നിട്ടിറങ്ങുകയല്ലെന്നേ. രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, തിരുവനന്തപുരത്ത് സെക്രട്ടറിന്റെ സമര ഗേറ്റിന്റെ മുമ്പിൽ 3.5 മണിക്കൂർ പെരുമഴയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഓടകൾ നിറഞ്ഞ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഓടകൾ നിറഞ്ഞ്, അഴുക്ക് ചാലുകൾ നിറഞ്ഞ്, ഈ ഭരണത്തിൽ ഓടകൾക്ക് വെള്ളം പോകാൻ അല്ലെങ്കിൽ മഴവെള്ളം കൃത്യമായി പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ ഓടവെള്ളങ്ങൾ ഒലിച്ചു വരുന്ന അഴുക്ക് ചാലുകൾ ഒലിച്ചു വരുന്ന തിരുവനന്തപുരത്തിൻ്റെ സമര ഗേറ്റിൻ്റെ മുമ്പിൽ 3.5 മണിക്കൂർ പെരുമഴയത്തിരുന്ന് ഈ അയ്യപ്പൻ്റെ ഈ സ്വർണം, അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ സ്വർണം കവർന്നെടുത്തു കൊണ്ടുപോയ CPM-ന്റെ ഭരണകൂടത്തിനെതിരെ, പിണറായി വിജയനെതിരെ ശക്തമായ സമരം നയിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BJP-യാണ് ഈ കേരളത്തിനകത്ത് ഈ പതാക, ഈ ഹരിത കുങ്കുമവർണ്ണ പതാകയിൽ നൃത്തം വയ്ക്കുന്ന ഈ താമരടയാളം കൊണ്ട് ഈ നാടിനെയാകെ ഈ പ്രശ്നത്തിലേക്ക് കൃത്യമായി ശ്രദ്ധ കൊണ്ടുവന്ന് അതിനെതിരെ പ്രതിഷേധം ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയത് കേരളത്തിലെ BJP-യാണ്. എന്താ കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കോൺഗ്രസിന് എങ്ങനെ ഈ തിരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിയും? സ്ത്രീകളുള്ള ഒരു വീട്ടിലെങ്കിലും കോൺഗ്രസിനെ കയറ്റോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിനെ കൈപ്പത്തി അടയാളത്തിന് സ്ത്രീകളുള്ള, പെൺമക്കളുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങളെയൊക്കെ മുറ്റത്ത് കയറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ വരുമ്പോൾ വാതിലടച്ച് വീട്ടിനകത്തിരിക്കേണ്ട ഗതികേട് കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കോൺഗ്രസും ഭഗവാന്റെയും ഭഗവതിയുടെയും ആ തിരുവാഭരണങ്ങളും സ്വത്തുക്കളും കട്ടുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന CPM-ഉം പിണറായി വിജയനും നിങ്ങളാണോ ജനങ്ങൾക്ക് വോട്ട് തേടിയത്? അതോ ഈ നാട്ടിൽ കഴിഞ്ഞ 12 വർഷമായി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം കാലം ഈ നാടിന് കാത്തുവെച്ച കരുത്തുപോലെ, കാവ്യനീതി പോലെ ഈ നാട് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP-ആണോ ഇവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത്? BJP-ആണെന്നേ. നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരല്ല, ഈ നാടിനെ കട്ടുകൊണ്ടു പോകുന്നതല്ല, വിശ്വാസത്തെ ചന്തയിൽ കൊണ്ടുവച്ച് വിൽക്കുന്നവരല്ല, ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന, അതിനെ യാഥാർത്ഥ്യമാക്കുന്ന BJP-ആണെന്നേ. ഈ തിരുവനന്തപുരം നഗരസഭയിൽ 45 വർഷം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ CPM ഭരിക്കുകയാണല്ലോ. എവിടെയെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ 35 കൗൺസിലർമാർ കഴിഞ്ഞ 5 വർഷമായി തിരുവനന്തപുരം നഗരസഭയിൽ സമരങ്ങളിലാണ്. ഏകദേശം 100 കേസുകൾ വനിതാ കൗൺസിലർമാർക്കെതിരെ വരെ ഉണ്ട്. ആ വനിതാ കൗൺസിലർമാർ പട്ടിണി സമരം നടത്തുമ്പോൾ അവർ വിശന്ന് ഛർദ്ദിച്ച് ആ ഛർദ്ദിൽ മാറ്റി അവിടെ കിടന്നുറങ്ങി ആഴ്ചകൾ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട് BJP-ക്ക്. എവിടെയായിരുന്നു കോൺഗ്രസ് തിരുവനന്തപുരത്ത്? എവിടെയായിരുന്നു കോൺഗ്രസ് എറണാകുളത്ത്? എവിടെയായിരുന്നു കോൺഗ്രസ് കോഴിക്കോട്? നിങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ അലക്കി തേച്ച ഖദറുമിട്ട് നിങ്ങൾ കൈകൂപ്പി കൈകാട്ടി വന്നാലൊന്നും ജനം നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ നാട്ടിൽ ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ്, പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് അത് BJP-ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ വലിയ വോട്ട് ഷെയർ ഉള്ള പാർട്ടിയൊന്നും അല്ലെന്നേ, ഞങ്ങൾ വലിയ വോട്ട് ഷെയർ എന്നുള്ള മുന്നണിയൊന്നും അല്ലെന്നേ. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പേടിക്കുന്നത്? ഈ ജനം ആർക്കും ഒരു തറവാട്ട് സ്വത്ത് പോലെ ഈ വിജയങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളോ എഴുതി കൊടുത്തിട്ടില്ല. കൈപ്പത്തി കണ്ടാൽ വോട്ട് ചെയ്യുന്ന, അരിവാൾ ചുറ്റി കണ്ടാൽ വോട്ട് ചെയ്യുന്ന, ഏണി കണ്ടാൽ അല്ലെങ്കിൽ കോണി കണ്ടാൽ വോട്ട് ചെയ്യുന്നവരൊക്കെ നിർത്തി. ഈ പരിപാടി നിർത്തിയെന്നേ. ആരും ആരുടെയും അടിമകളല്ല. പാർട്ടി ഗ്രാമങ്ങളില്ല, പാർട്ടി വോട്ടുകളില്ല. ജനങ്ങൾ വിശ്വാസത്തിന്, ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്ന വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അത് BJP-ആണെന്നേ. അത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്, അത് താമരയടയാളമാണ്, അത് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയാണ്, BJP-ആണ്. അതാണ് കേരളത്തിൽ ഇന്നിപ്പോൾ അരമണിക്കൂർ കൂടെ കഴിയുമ്പോൾ കേരളത്തിനകത്ത് നടക്കാൻ പോകുന്ന പ്രകമ്പനം, രാഷ്ട്രീയ പ്രകമ്പനം. നിങ്ങൾക്കറിയാം BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾക്കറിയാം താമരയടയാളത്തിന് വോട്ടുകൾ വർദ്ധിക്കും. BJP പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം ജനങ്ങൾ BJP-ക്ക്, രാജീവ് ചന്ദ്രശേഖറിന്, നരേന്ദ്രമോദിക്ക് കേരളത്തിൽ
നൽകിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഭയം നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്. നിങ്ങൾ പിണറായി വിജയനെതിരെ സമരം നടത്താത്തവർ, പിണറായി വിജയന്റെ പാർട്ടിക്കെതിരെ സമരം നടത്താത്തവർ, ഈ സർക്കാരിന്റെ എല്ലാ അഴിമതിക്കും അഴുക്കിൽ നിന്ന് പോലും ഏറ്റവും ഒടുവിൽ നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷൻ ഒരു അഴിമതി പുറത്തുവിട്ടു. എന്തായിരുന്നത്? 15.5 കോടി രൂപ കിച്ചൺ ബിൻ. ഈ നാടിന്റെ അഴുക്ക്, ഈ നാടിന്റെ എല്ലാ രീതിയിലുമുള്ള അഴുക്കുകൾ ശേഖരിക്കാൻ, ഈ നാടിന്റെ മാലിന്യം ശേഖരിക്കാൻ, ഈ നാടിന് ഏറ്റവും പ്രയോജനകരമായി മാറേണ്ടിയിരുന്ന കിച്ചൺ ബിന്നിൽ പോലും 15.5 കോടി രൂപ അഴിമതി കാണിക്കുകയാണ്. എവിടെയായിരുന്നു കോൺഗ്രസ്? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന, ജനങ്ങൾക്ക് ആവശ്യമായ വിഷയത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലുകളോ ഒരു പ്രസ്താവനയെങ്കിലും നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ വിത്തുകാളകളെ പോലെ ആരെ കണ്ടാലും പീഡിപ്പിക്കാനും, സ്ത്രീകളെ കണ്ടാൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകുന്ന നേതാക്കന്മാരുടെ പാർട്ടിയല്ലേ കോൺഗ്രസ്? നിങ്ങളെയാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങളെയാണോ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കേണ്ടത്? ആ വിശ്വാസം BJPക്കാണ്. വോട്ടെണ്ണി തുടങ്ങാൻ നമുക്ക് ചർച്ച വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലായിടത്തും സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു. ചിലയിടങ്ങളിൽ ഇന്നേജന്റുമാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. തൗഫീഖ് മറുപടി പറയും. ഇവിടെ കൃഷ്ണ, രോഹിണി, ഞങ്ങൾക്കൊരു ആശങ്കയില്ല. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ആരും തമ്മിലാണ് ഡീൽ എന്നുള്ളതും ആരും തമ്മിലാണ് രഹസ്യ അജണ്ട എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ ഗോകുല് എന്റേതാണോ അതോ ഗോകുല് നടത്തുന്നതാണോ കവലപ്രസംഗം എന്നുള്ളത് ഈ ചർച്ച കണ്ടിരിക്കുന്ന ആളുകൾക്ക് വ്യക്തമായുള്ള ബോധ്യമുണ്ട്. അതിനിപ്പുറത്തേക്കാണ് ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള സൂചന ലഭിക്കുന്ന, വളരെ കൃത്യമായി ഗോകുലിനും എനിക്കും അടക്കം അറിവ് ലഭിക്കുന്ന സമയത്തിലേക്ക് എത്തിപ്പെടാൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഇവിടെ ശബരിമല വിഷയത്തിലടക്കം ഇവിടെ ഗോകുൽ ആവേശം കൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഗോകുലിന് പറയാൻ ആ 3 മണിക്കൂറുള്ള കണ്ണിൽ പൊടിയിടാൻ നടത്തിയ രാജീവ് ചന്ദ്രശേഖരന്റെ ഏക സമരം മാത്രമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഏക പ്രസ്ഥാനവും ഏക പാർട്ടിയും അത് കോൺഗ്രസും UDF-ഉം ഒക്കെ ആണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലെ അടക്കം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 9.5 വർഷക്കാലം ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഗോകുൽ അടക്കമുള്ള ആളുകളുടെ പാർട്ടിക്ക് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മൗനം ഭജിച്ചിട്ടുണ്ടെങ്കിൽ, മൗലിബാബയായി മാറിയിട്ടുണ്ടെങ്കിൽ അതും ജനം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കൃഷ്ണ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കഴിഞ്ഞ 10 മാസക്കാലമായി നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സംസ്ഥാനമായി കേരളം മാറുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ സർജറിക്കായി ആരെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ അവിടെ സൂചിയും നൂലും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഇവിടെ അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം കണ്ണിൽ പൊടിയിടാൻ നടത്തിയതല്ലാതെ അതിനപ്പുറത്തേക്ക് 5,91,194 നിന്ന് എങ്ങനെയാണ് 66,001 എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. പാലക്കാട് വടകരപ്പതി ചുരപ്പറയിൽ 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരിയുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ പൊതുജനം പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുജനം വീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം കഴിഞ്ഞ കാലങ്ങളിൽ നിറവേറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ശ്രീ തൗഫീഖ്, ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. പ്രതിപക്ഷം എന്നുള്ള ധർമ്മം പാലിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പ്രധാന പ്രതിപക്ഷം എവിടെ എന്നുള്ള ചോദ്യം പല വിവാദ വിഷയങ്ങളിന്മേലും വന്നതാണ്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ളൊരു മൗനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സർക്കാരിനെ പിടിച്ചുകുലുക്കാൻ തക്കവണ്ണമുള്ള വലിയ വിവാദ വിഷയങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഒരു ലാഘവ മനോഭാവത്തോടുകൂടി അതിനെ നേരിടുന്ന ഒരു സമീപനം. അതുമാത്രമല്ല, ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നേതാക്കന്മാർ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ, വിവാദ വിഷയങ്ങൾ അടക്കം ഇങ്ങനെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിരോധത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയതുമൊക്കെ. അപ്പോൾ നിങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് തടുക്കാൻ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ? അതിന്മേലുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾ എങ്ങനെ പടുത്തുയർത്തുന്നു?
രോഹിണി, ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിലെ ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ജനദ്രോഹ നയങ്ങൾ അതിനെതിരെ കോംപ്രമൈസ് ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങയോട് തുടക്കത്തിൽ തന്നെ ഞാൻ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. കേരള നിയമസഭയ്ക്ക് അകത്തും പുറത്തും വളരെ കൃത്യമായി സമര സംഘടനയായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി പ്രതിപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നത് കോൺഗ്രസ് മാത്രമാണ് വളരെ കൃത്യമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോയത്. അത് അടിവരയിടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. 2010 ശേഷമാണ് ഇവിടെ VS അച്യുതാനന്ദൻ സർക്കാർ ഇരുന്ന ഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായെങ്കിൽ അതിനിപ്പുറത്തേക്ക് 15 വർഷങ്ങൾക്കിപ്പുറം അത് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ വലിയ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. അതുകൊണ്ട് തന്നെയാണ് അങ്ങയോട് സൂചിപ്പിച്ചത് ഈ സമീപകാലത്തെ 1-2 സംഭവങ്ങൾ. അതായത് ഇവർ PR ഏജൻസികളുടെ സഹായത്തോടു കൂടി പ്രഖ്യാപിച്ച ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. അതാണ് അതിദാരിദ്ര്യമുക്ത കേരളം. ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം നടത്തി ഒരാഴ്ചയ്ക്ക് ഇപ്പുറത്തേക്കാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തി വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി എന്നുള്ള കുട്ടിയുടെ ചിത്രം കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. പാലക്കാട് വടകരപ്പതി ചുരപ്പാറയിൽ തകര ഷീറ്റ് മറച്ച വീട്ടിലാണ് ആ 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരി ഇന്നും കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇത്തരത്തിലുള്ള സാധാരണക്കാർ ഉള്ളപ്പോഴാണ് ഈ അതിദാരിദ്ര്യമുക്തം അടക്കമുള്ള ശുദ്ധ തട്ടിപ്പ് പ്രഖ്യാപനങ്ങളിലൂടെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അടക്കം സാഹചര്യം ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. എന്റെ ജില്ലക്കാർ കൂടിയായ കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത്രയധികം പരാജയപ്പെട്ട വളരെ കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയാതെ പോയ ഒരു ആരോഗ്യമന്ത്രി ഇതിനു മുമ്പേക്കും കേരളം കണ്ടിട്ടില്ല. ആരോഗ്യവകുപ്പ് ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും നമ്പർ 1 ആരോഗ്യ കേരളമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോ അദ്ദേഹം പോലും ചികിത്സയ്ക്കായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യവും പോകുന്ന സാഹചര്യവും നമുക്ക് മുന്നിലൂടെ ഉണ്ട്. കേരളത്തിലെ കസ്റ്റഡി മരണങ്ങൾ, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ 23 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി. ഈ ഘട്ടങ്ങളിലൊക്കെ രോഹിണിക്ക് അടക്കം പരിശോധിക്കാം. നിയമസഭയ്ക്കകത്ത് പുറത്ത് വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി വിഷയങ്ങളിൽ KS നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. യുവജന വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ ടീം UDF-ഉം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. രോഹിണി, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ വളരെ കൃത്യമായി അത് സ്ഥാനാർത്ഥി നിർണയം അടക്കം, അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ KS ശബരിനാഥിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ കോഴിക്കോടും എറണാകുളത്തും തൃശ്ശൂരും കണ്ണൂരും അടക്കം വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്. കേരളത്തിലെ കഴിഞ്ഞ 9 വർഷക്കാലം. ശരി തൗഫീഖ്, എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഇനി നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൗണ്ടിംഗ് തുടങ്ങാൻ സ്ട്രോങ് റൂമുകളെല്ലാം തുറന്നു കഴിഞ്ഞു. ഗോകുലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഗോകുൽ, BJP NDA ഒരു നിർണായക ശക്തിയാകും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, വിലയിരുത്തലുകൾ, പ്രദേശങ്ങൾ, ജില്ലകൾ ഒക്കെ ഒന്ന് വളരെ പെട്ടെന്ന്. BJP നിർണായകവും നിശ്ചയവുമായ തിരുത്തൽ ശക്തിയായി, മുന്നേറ്റമായി ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ന് ഉച്ചയോടുകൂടി അതിൻ്റെ ചിത്രം തെളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇവിടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ വസ്തുതകളെയും തകർത്തുടച്ച് കേരളത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു ഇടപെടൽ ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാക്കാനുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് CPM. പക്ഷേ അതിനെല്ലാം CPM നടത്തിയ വർഗീയ കൂട്ടുകെട്ടുകൾ, CPM നടത്തിയ വർഗീയ ചേരിതിരിവുകൾ, ഇതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ കാലാകാലങ്ങളായി CPM-ന് മാത്രം വോട്ട് ചെയ്തിരുന്നവർ, കേരളത്തിൽ കാലാകാലങ്ങളായി കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്തിരുന്നവർ, UDF-നും LDF-നും മാത്രം വോട്ട് ചെയ്തിരുന്നവർ, അവർ വികസനത്തിൻ്റെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇവിടെ BJP ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ അധികാരത്തിലെത്താൻ പോകുന്ന ആദ്യത്തെ കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറും. ഒരു 11 മണിയോടുകൂടി മാരാർജി ഭവനിൽ മാധ്യമപ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും എത്തിയാൽ നിങ്ങൾക്ക് നല്ല മധുരം അവിടെ കാത്തുവച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ വിജയമായി കേരളത്തിലെ ആദ്യത്തെ BJP മേയറുള്ള കോർപ്പറേഷനായി തിരുവനന്തപുരം മാറും. അതുപോലെ തന്നെ തൃശ്ശൂർ ശ്രീ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുത്തതുപോലെ CPM-ന്റെ കയ്യിൽ നിന്ന്, കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് തൃശ്ശൂരിൻ്റെ വടക്കുംനാഥൻ്റെ ഈ നഗരിയെ, കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയെ BJP പിടിച്ചെടുക്കുന്ന സാഹചര്യം ഇന്നുണ്ടാകും. അതുപോലെ തന്നെ ഷൊർണൂർ നഗരസഭ BJP പിടിച്ചെടുക്കാൻ പോകുന്ന മറ്റൊരു നഗരസഭയാണ്. പന്തളം, അതുപോലെ തന്നെ പാലക്കാട് നമ്മൾ നിലനിർത്തും. അതുപോലെ തന്നെ
ഗുരുവായൂർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാടാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ പ്രദേശമാണെങ്കിലും അവിടെ ഭരിക്കുന്നത് CPM ആണ്. 46ഓളം സീറ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ മുന്നണിയായി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഗുരുവായൂരിൽ പോലും BJP എത്തുന്ന കാഴ്ച നമുക്ക് വരുന്ന മണിക്കൂറുകൾ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂര്, നമുക്ക് കപ്പിനും ചുണ്ടിലും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കൊടുങ്ങല്ലൂർ നഗരസഭയെ അടക്കം പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ BJPയുടെ തേരോട്ടം. ഞാൻ പറഞ്ഞില്ലേ, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി, ചാലകശക്തിയായി, പ്രചോദനമായി, ആത്മവിശ്വാസമായി തിരുവനന്തപുരം നഗരസഭയടക്കം പിടിച്ചെടുത്ത് ഈ CPMന്റെ ദുർഭരണം, തദ്ദേശീയ സ്ഥാപനങ്ങൾ അത് CPMന്റെ തറവാട്ടവകാശമാണ് എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതു നറേറ്റീവിനെ പൊളിച്ചു മാറ്റി തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വലിയ മുന്നേറ്റം ഈ ദിവസം, ഈ 13-ാം തീയതി എന്തായാലും ഗൂഗിൾ അതിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ജനം ആരെ കൊള്ളും ആരെ തള്ളും എന്നറിയാൻ ഇനി കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സ്ട്രോങ് റൂമുകളെല്ലാം തുറന്നു കഴിഞ്ഞിരിക്കുന്നു.